എല്ലാവർക്കും നിസാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഫിഷ് ബിരിയാണിയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് കുറഞ്ഞ മസാലയിൽ ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ഫിഷ് ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അയക്കൂറയാണ്, അഥവാ കിങ് ഫിഷ്. നിങ്ങൾക്ക് ഫ്ലഷ് ഉള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ആദ്യമേ തന്നെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം കശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ഒരൽപ്പം കുരുമുളക് പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരുപാട് ചേർക്കണ്ട. രണ്ടും കൂടെ 1 ടീസ്പൂണോളം ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരൽപ്പം വിനാഗിരി കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മീനിലേക്ക് നല്ലതുപോലെ ഇതൊന്ന് പുരട്ടി വെക്കണം. നമ്മളിത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറച്ചും കൂടെ കൂടുതൽ സമയം വെച്ചാൽ അത്രയും ടേസ്റ്റ് കിട്ടും. മസാലയെല്ലാം ദാ ഇതുപോലൊരു തിക്കായിട്ടുള്ള പരുവത്തിനാണ് വേണ്ടത്, ഒത്തിരി ലൂസായി പോകരുത്. ഇനി ഇതൊരു സ്ക്വയർ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. ആ മീനിൻ്റെ ഉള്ളിലേക്കെല്ലാം മസാല നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മസാല നല്ലതുപോലെ ഈ മീനിലേക്ക് പുരട്ടിയെടുക്കണം. ലൂസായി പോവാതെ ഇതുപോലെ തിക്കായിട്ട് തന്നെ മസാല റെഡിയാക്കി എടുക്കുക. എങ്കിലേ നല്ലതുപോലെ മീനിൽ ഇതൊന്ന് കോട്ടിംഗ് ആയി കിട്ടുള്ളൂ. ഇതുപോലെ നല്ല രീതിയിൽ മസാല പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബാക്കിയുള്ള മീനിലും കൂടെ ഇതുപോലെ ഒന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഞാനൊരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണ്. 2 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ച് ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ആയിട്ടൊന്നും ചെയ്യണ്ട. കുറച്ച് എണ്ണ ഒഴിച്ച് അത്യാവശ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഇത് നമ്മൾ മസാലയിലും ദമ്മിലും ഒക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒത്തിരി എണ്ണയിലങ്ങ് പൊരിച്ചെടുക്കുമ്പോഴത്തേക്കും ആ മീനിൻ്റെ ആ ഒരു ക്രിസ്പി ആയിപ്പോവും, ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒത്തിരി എണ്ണയിൽ ഒരുപാട് നേരിട്ട് മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിവിടെ 2 സൈഡും ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ എണ്ണയിൽ നിന്നും മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. ഈ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് അരി വെച്ചിട്ടാണ് ബിരിയാണി തയ്യാറാക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടണം. സവോള പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരൽപ്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അതാ സവോളയെല്ലാം പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലതുപോലെ തന്നെ വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി ചേരുവകൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ പേസ്റ്റാക്കി എടുത്താണ്. 2 ടീസ്പൂണോളം ഉണ്ട് എല്ലാം കൂടി. പച്ചമുളക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് ചേർക്കുക. കാരണം ഇതിലേക്ക് ഇനി നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. മൂടി വെക്കരുത്. മൂടി വെച്ച് കഴിഞ്ഞാൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറില്ല. നല്ലതുപോലെ ഒരു 2 മിനിറ്റെങ്കിലും ഇളക്കി കൊടുത്ത് അതിനുശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്.
കാരണം ഇത് ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് ഇതിൽ കുറച്ചൊരു പുളിപ്പ് വേണം. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പഴുത്ത തക്കാളി തന്നെ ചേർത്ത് കൊടുക്കുക, പുളിയുള്ള. ഇപ്പം തക്കാളി എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ലതുപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല, ഒരു 1/2 ടീസ്പൂണോളം ബിരിയാണി മസാല പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂണോളം. കാരണം ഞാൻ ചേർത്തിരിക്കുന്ന പച്ചമുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക, ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു മസാലയിൽ ചെയ്തെടുക്കുമ്പോഴാണ് ഫിഷ് ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്കൊരു 3 ടീസ്പൂണോളം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫിഷ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം ഇതൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കാൻ. അപ്പോഴേ ഈ ഗ്രേവിയിലേക്ക് ആ ഫിഷിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതിനായിട്ട് ഞാനിവിടെ നേരത്തെ ഒരു മീനിൻ്റെ ഒരു പീസ് എടുത്ത് വെച്ചിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഒരു പീസ് മതിയാകും. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടും. ഇത് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതിന് മുൻപായിട്ട് കുറച്ച് മല്ലിച്ചീരയും പുതിനയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിച്ചീരയും പുതിനയും ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട, കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. മീനൊക്കെ ഒന്ന് വെന്തോന്ന് നമുക്ക് നോക്കാം. നല്ലതുപോലെ ഈ മസാലയിലേക്ക് ഈ മീനിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. മീനെല്ലാം എന്താ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല ഇതിൽ നിന്ന് എടുത്ത് വെക്കാനുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ദം ചെയ്യുമ്പോൾ ചേർത്ത് കൊടുക്കാനാണ്. ഒരുപാട് വേണ്ട, ഒരു 2-3 ടീസ്പൂൺ എടുത്ത് വെച്ചാൽ മതി. ഇനി ബാക്കിയുള്ള മീൻ ഫ്രൈ ചെയ്തതുകൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിതിവിടെ മാറ്റി വെക്കാം. മീൻ ചേർത്തതിന് ശേഷം ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് നമ്മൾ ദം ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് മീൻ അതിൽ മസാലയിൽ കിടന്ന് ദം ആയിക്കോളും. ഇനി നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. ഞാനിവിടെ ഒന്ന് ഉള്ളി ഫ്രൈ ചെയ്തെടുത്ത ആ എണ്ണയിലാണ് ഇവിടെ റൈസ് വേവിക്കുന്നത്. ഉള്ളിയും കുറച്ച് കാഷ്നട്ടും കിസ്മസും വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്. ഇനി അതിലേക്ക് ഒരു കുറച്ച് സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല, ഒരല്പം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അരി ഞാനിവിടെ ഒരു 10 മിനിറ്റ് നേരം കുതിർത്തിയെടുത്ത അരിയാണ്. കുതിർത്തിയതിന് ശേഷം അതിലെ വെള്ളം നല്ലതുപോലെ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിത് കുതിർത്തിയെടുക്കുന്നത് കൊണ്ട് തന്നെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനി മൂടി വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. റൈസ് വെള്ളം വറ്റുന്നതിന് മുമ്പ് തന്നെ ഒന്നും കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു വെള്ളമയമൊക്കെ ഉണ്ട്, മൊത്തം അങ്ങ് വറ്റിപ്പോയിട്ടില്ല. ഈ ഒരു പരുവത്തിൽ തന്നെ നമ്മൾ ദം ചെയ്താൽ നല്ലതുപോലെ ചോറ് വെന്ത് കിട്ടും. ഇത്
ഇതിപ്പോൾ ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി ബാക്കി ദമ്മിൽ കിടന്നങ്ങ് വെന്തോളും. ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ദം ചെയ്യാനിടുമ്പോഴത്തേക്കും ആ ഗ്രേവിയിൽ നല്ലതുപോലെ ചൂടുണ്ടായിരിക്കണം. ചൂടുള്ള ഗ്രേവിയിലേക്ക് പുറത്തേക്ക് വേണം നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാനായിട്ട്, എങ്കിലേ നല്ലതുപോലെ ദമ്മായി കിട്ടുള്ളൂ. ആദ്യത്തെ ലെയർ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബിരിയാണി മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് വേണ്ട, ഒരല്പം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയെടുത്താണ് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ലെയറായിട്ടാണ് ചേർക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ അരപ്പ് ഫുൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ 3-4 ലെയറായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് വീതം ഓരോ ലെയറിലും ഇട്ട് കൊടുത്താൽ മതി. ഇതൊരു മസ്റ്റായിട്ടൊന്ന് ചെയ്യണം. ഇങ്ങനെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ റൈസിൽ നല്ലതുപോലെ ഇതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടും. ഈ ബാക്കി റൈസ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് ചെയ്തെടുക്കണം. നമ്മൾ സ്ലോയിൽ നിൽക്കരുത്, കാരണം ഈ റൈസിൻ്റെ ഗ്രേവിയുടെ ആ ചൂട് ഒരുപാട് പോകുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്കിട്ട് സെറ്റ് ചെയ്തെടുക്കണം. റൈസ് ഒത്തിരി നേരം ഇങ്ങനെ തുറന്ന് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരുമാതിരി മൂരിച്ച പോലെയായി പോകും ചോറ്, ആ സോഫ്റ്റ്നെസ് പോകും. ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചും അതിലേക്ക് ബാക്കിയുള്ള മഞ്ഞൾപ്പൊടി കലക്കിയത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊരിച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയും കാഷ്നട്ടും കിസ്മസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബിരിയാണി മസാല കൂടെ ഇതിൻ്റെ പുറമേ ചേർത്തതിന് ശേഷം കുറച്ച് മല്ലിച്ചീരയും പുതിനയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തതിന് ശേഷം മൂടി വെച്ച് നമുക്ക് ദം ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് അധികം ഗ്രേവിയും അതിൽ ചാറൊന്നും ഒത്തിരി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരു പഴയ ഒരു പാത്രത്തിലേക്കാണിത് വെച്ച് കൊടുക്കുന്നത് ദം ചെയ്യാനായിട്ട്. ഒരു ഫ്രൈ പാനിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ചൂടുള്ള ഫ്രൈ പാനിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റാണ് ദം ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ചിക്കൻ ബിരിയാണിയൊക്കെ തയ്യാറാക്കിയപ്പോൾ ഡയറക്റ്റ് പാത്രം വെച്ച് കൊടുക്കുമായിരുന്നു. ഇതിൽ ഗ്രേവിയിൽ ഒരുപാട് ചാറില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഫ്രൈ പാനിൽ ചൂടുണ്ടാവണം. ചൂട് ഉള്ള ഫ്രൈ പാനിലേക്ക് വേണം നമ്മുടെ പാത്രം വെച്ച് കൊടുക്കാനായിട്ട്. 15 മിനിറ്റ് ദം ചെയ്തതിന് ശേഷം ഞാനിവിടെ റൈസ് എല്ലാം ഒരു പ്ലേറ്റിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ചോറൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഗ്രേവിയിലേക്ക്. ഈ പാത്രത്തിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മീൻ മൊത്തം പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി കൊടുത്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കംപ്ലീറ്റ് റൈസ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് മീൻ ആദ്യം കുറച്ച് ഗ്രേവി ഉൾപ്പെടെ വെച്ച് കൊടുക്കുക ഒരു പ്ലേറ്റിലേക്ക്. കുറച്ച് ഗ്രേവിയും കൂടെ വെച്ച് കൊടുക്കുക. ഇനി നമ്മുടെ ഈ ചോറ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഗ്രേവി എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണമെന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മീനിൻ്റെ പുറത്തേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ ഇവിടെ ബിരിയാണി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.